പക്ഷേ ഈ ബി ജെ പിക്കാർ എപ്പോഴും മുസ്ലിം വിരോധികളാണ്. മുസ്ലിങ്ങളാരും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല, മുസ്ലിങ്ങളെ എപ്പോഴും മാറ്റി നിർത്തുന്ന നിലപാടാണ് ബി ജെ പി സ്വീകരിക്കുന്നത് എന്നൊക്കെയാണ് ബി ജെ പിക്കെതിരെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഉയർത്തുന്ന ആരോപണം. ന്യൂനപക്ഷങ്ങളെ ബി ജെ പി തങ്ങളിലേക്ക് അടുപ്പിക്കില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അമിത്ഷായെ ഡൽഹിയിൽ വെച്ച് കണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ കൂടുതലായി ബി ജെ പിയോട് അടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ല, ബി ജെ പിയുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്നത് ഹിന്ദു വർഗീയതയെ പ്രോത്സാഹിപ്പിച്ച് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ടായിട്ട് വിഭജിച്ച് ആ ധ്രുവീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം പിടിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി വിജയിച്ചു, അത് കഴിഞ്ഞു. ഇനി മുസ്ലിങ്ങളെ എതിർക്കേണ്ട കാര്യമില്ല, മുസ്ലിങ്ങളെയും ഇതിനൊപ്പം കൊണ്ടു നടക്കാം. കാരണം ആത്യന്തികമായിട്ട് അധികാരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ അധികാരം നേടുന്നതിൽ ബി ജെ പി ഇതുവരെ നടത്തിയിരുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായിട്ട് വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ എല്ലായിടത്തും കണ്ടത്. ആത്യന്തികമായിട്ട് ഒരു ഭരണം പിന്നീട് വിലയിരുത്തപ്പെടാൻ പോകുന്നത് അത് സാധാരണക്കാരായിട്ടുള്ള ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് എങ്ങനെ ഗുണകരമാവും അല്ലെങ്കിൽ എങ്ങനെ ദോഷകരമാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തിരഞ്ഞെടുപ്പുകൾ വിലയിരുത്തപ്പെടുക. അങ്ങനെ ആയിരിക്കും ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വരാൻ പോകുന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് കൃത്യമായിട്ട് ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അധികാരം പിടിക്കുന്നതിന് വർഗീയത ഉപയോഗിക്കാം, പക്ഷേ അത് കഴിഞ്ഞ് വർഗീയത കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിലും ഒരു കാരണവശാലും ആ തെരഞ്ഞെടുപ്പിൻ്റെ കാലവേളയിൽ പ്രചരണവേളയിൽ ഒന്നും തന്നെ വർഗീയത അവർ പ്രചരണായുധമാക്കിയിരുന്നില്ല, മുസ്ലിങ്ങൾക്കെതിരെ അവർ സംസാരിച്ചിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. പകരം ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് വികസനമാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഒരിക്കലും എന്തില്ല, വർഗീയതയില്ല, മതവാദമില്ല, മതധ്രുവീകരണത്തിൻ്റെ പ്രശ്നമില്ല. ജനങ്ങളുടെ മുന്നിൽ അവർ വെച്ച ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡൽഹിയെ ഞങ്ങൾ വികസിപ്പിക്കും എന്നുള്ളതാണ്. വികസന പ്രൊജക്റ്റാണ് അവിടെ മുന്നോട്ട് കൊണ്ടുപോവുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് തന്നെയായിരിക്കും പൊതുവെ ഇന്ത്യയിലെമ്പാടും ബി ജെ പി മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു അടിത്തറ വോട്ടാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് മുസ്ലിങ്ങളെയും കുറച്ചുകൂടി അതിൻ്റെ കൂടെ കൊണ്ടുവന്നാൽ കേരളത്തിൽ ഭരണത്തിലേക്ക് കയറാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഭരണത്തിൽ ഇപ്പോൾ എത്തും എന്ന തോന്നൽ ആ ഒരു ഫീൽ സമൂഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ കൂട്ടമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയും ബി ജെ പിയെ വിജയിപ്പിക്കുമെന്ന് ബി ജെ പി കരുതുന്നുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗുജറാത്ത് പരിശോധിച്ചാൽ ഗുജറാത്തിൽ എത്ര രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കളും അതുപോലെ ഹിന്ദു വർഗീയവാദികളും പ്രവർത്തിച്ചിരുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിലിരിക്കുകയും പിന്നീട് അവിടെ നിന്ന് കേന്ദ്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ അവർ ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ആദ്യം എടുത്തിരുന്നതായിട്ടുള്ള സ്ട്രാറ്റജിക്ക് വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2018 തന്നെ ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 18% മുസ്ലിം വോട്ടുകളും ബി ജെ പിക്ക് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ നടന്ന ഒരു പ്രദേശമാണത് മുസ്ലിങ്ങൾക്കെതിരെ. പക്ഷേ മുസ്ലിങ്ങളുടെ വിശ്വാസം പതുക്കെ ആർജിക്കാനും 18% വോട്ട് 2018 തന്നെ നേടിയെടുക്കാനും കഴിഞ്ഞിരുന്നു. കുറേയധികം മുസ്ലിം സ്ഥാനാർത്ഥികളെ അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. കുറേ പേര് ജയിക്കുകയും ചെയ്തു. പക്ഷേ അത് 103 പേരെ നിർത്തി 82 പേർ ജയിച്ചു. അത് ഈ വർഷമല്ലേ, 2000. അതെ. അപ്പോൾ അന്നത്തെ ആ പാഠത്തിൽ നിന്നവർ പുതിയ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തു. 2025 ഫെബ്രുവരി 16 നടന്ന അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ഉള്ള ആ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ ഇത് മനസ്സിലാവും. 18% നിന്ന് 28%-ഓളമായി വർദ്ധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത് എത്ര സീറ്റുകളാണ് അവർ ജയിച്ചത്? ഏതാണ്ട് 88 സീറ്റ് ജയിച്ചു അല്ലേ? 82 സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ പ്രതിനിധികളായിട്ട് ഈ തെരഞ്ഞെടുപ്പിലൂടെ എത്തി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പതുക്കെ അവിടെ മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസം ആർജിക്കാനും മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ പലരെയും ബി ജെ പിക്കാരായി കൊണ്ടുവന്ന് അവരെ ജനപ്രതിനിധികളാക്കി മാറ്റി മുസ്ലിങ്ങളുടെ വിശ്വാസ്യത കുറച്ചുകൂടി ഉറപ്പിക്കാനായിട്ട് ഇപ്പോൾ ബി ജെ പിക്ക് ഗുജറാത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് അത്ര മോശമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് അല്ല. ഇതിന് സമാനമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എങ്ങനെ കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നത് ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരിശോധിച്ചിട്ടിരിക്കുന്ന കാര്യം. കേരളത്തിൽ ഹിന്ദുത്വം മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ട് കഴിയില്ല എന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് അവർ
ക്രിസ്ത്യൻ സമൂഹത്തെ അവർക്കൊപ്പം ചേർക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യൻ സമൂഹത്തെ അവർക്കൊപ്പം നിർത്തണമെങ്കിൽ അവർക്ക് മുസ്ലിം സമൂഹത്തെ എതിർക്കേണ്ടതുണ്ട്. ആ എതിർപ്പിലൂടെയാണ് എന്താണ് ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് ബി ജെ പിക്കൊപ്പം നിൽക്കും എന്നവർ കരുതപ്പെട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്താണ് ലവ് ജിഹാദ് പോലെയുള്ള സാധനങ്ങൾ അത് ശക്തമായിട്ട് തേച്ച് മിനുക്കിയെടുത്ത് കേരളത്തിലെ എന്താണ് കത്തോലിക്ക ബിഷപ്പുകാരെ കൊണ്ട് പ്രസംഗിപ്പിച്ച് കത്തോലിക്കരുടെ അടുക്ക് പ്രശ്നങ്ങളുണ്ടാക്കി ഇപ്പോൾ ഒരു വലിയ സംഘം ആളുകളെ ബി ജെ പിയുടെ വക്താക്കളാക്കി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇതും കൊണ്ടൊന്നും നമ്മളുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുമായിട്ട് ഒരു ചങ്ങാത്തം ഉണ്ടാക്കിയാൽ എന്താണ് എന്ന ആലോചനയുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടി ആയിരിക്കണം ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഡൽഹിയിലെത്തുകയും അമിത്ഷാ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോൾ അമിത്ഷാ അവരോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം, കേരളത്തിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ആ പ്രശ്നം പരിഹരിക്കേണ്ടി ബി ജെ പി തയ്യാറാണ് എന്ന് ബി ജെ പി പറയുകയാണ് ചെയ്തത്. നമുക്കറിയാം കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം അവർക്ക് അവരൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സമൂഹമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് അവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും വേണമെങ്കിൽ ഈ സമുദായത്തിന് നേടിയെടുക്കാൻ കഴിയും എന്ന ചിന്തയൊക്കെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കണം ഡൽഹിയിലുള്ള ഈ സന്ദർശനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അമിത്ഷായുമായുള്ള സന്ദർശനം, ഈ പ്രത്യേകിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സന്ദർശനം ന്യൂനപക്ഷങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, അത് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ പൊതുവേ ഈ കോൺഗ്രസിനോടൊപ്പമാണ് ലീഗിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് ലീഗ് ഒപ്പമുള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ബി ജെ പിക്കൊപ്പം അല്ലെങ്കിൽ ബി ജെ പിയോട് കാര്യങ്ങൾ പറയത്തക്ക രീതിയിലേക്ക് മുസ്ലിങ്ങൾ എത്തുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ കൊണ്ടിനി രക്ഷയില്ല, കോൺഗ്രസ് അധപ്പതനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, വളർന്നു വരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഈ ഇവരെ പോലുള്ള മതപണ്ഡിതന്മാർ ബി ജെ പിയോടൊപ്പം കൂടുതൽ അടുക്കുന്നത്? അല്ല, കോൺഗ്രസിൻ്റെ കൊമ്പ് അത്ര ദൃഢമാണ് എന്ന് ഇവരാരും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ 2 വട്ടം പിണറായി ഭരണം നടത്തി. പലതരത്തിലും പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഭരണാധികാരി വെറുപ്പുളവാക്കുന്ന ഒരു ഭരണാധികാരിയുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വിശ്വസിക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ ഇലക്ഷൻ മൂഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായിയെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ അപ്പോഴും ആളുകൾക്കൊന്നും ഒരു വിശ്വാസമില്ല. ഞാൻ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബസ്സിൽ വെച്ച് ഒരാൾ എന്നോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എന്നോട് ചോദിച്ച് ഭരണം മാറുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു മാറാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അദ്ദേഹം തിരിച്ച് നമ്മൾ ചോദിക്കുന്നത് അതിനുള്ള കരുത്ത് പ്രതിപക്ഷത്തിനുണ്ടോ? വല്ല ഗുണമുള്ള പ്രതിപക്ഷമാണ് ഈ പ്രതിപക്ഷം? ഈ ചോദ്യം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ചോദ്യം മുസ്ലിം ലീഗിനകത്തുണ്ട്, മുസ്ലിം സമുദായത്തിനകത്തുണ്ട്. ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്നുള്ള പ്രശ്നം അവർക്കുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ മറ്റൊരു ഓപ്ഷൻ അന്വേഷിച്ച് നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് വേണമെങ്കിൽ എന്തിനാണ് ബി ജെ പിയോട് ശത്രുത പുലർത്തേണ്ടത്? ഒരാവശ്യമില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് തോന്നാം. കാരണം എന്ന് വെച്ചാൽ അവരും ഞങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ അമിത്ഷായും മോദിയും ഒക്കെ തയ്യാറാണെങ്കിൽ പിന്നെ എന്തിനാ അവരെ എതിർക്കണം? ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം മാറുന്നുണ്ടോ എന്ന് ഈ കാന്തപുരത്തിൻ്റെ സന്ദർശനത്തിലൂടെ നമുക്ക് സംശയിക്കേണ്ടി വരും. ശരിയാണ്, അങ്ങനെ നമ്മൾ സംശയിക്കേണ്ടി വരും. ബി ജെ പിയുടെ ഒപ്പം ചേർന്നാൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ഗുജറാത്തിലെയൊക്കെ വലിയ മാറ്റം കേരളത്തിലും മുസ്ലിങ്ങൾക്കിടയിൽ സംഭവിക്കും, അല്ലെങ്കിൽ ബി ജെ പിക്കൊപ്പം മുസ്ലിങ്ങൾ നിൽക്കുമെന്നതിൻ്റെ ഒരു തെളിവായി നമുക്ക് കണക്കാക്കപ്പെടാം, അല്ലേ? അല്ല, ഗുജറാത്തിലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും, കാരണം ഗുജറാത്താണ് ഒരു സമയത്ത് മുസ്ലിങ്ങളെ വളരെ വേദനിപ്പിച്ചിരുന്നത്. ഗുജറാത്ത് കലാപമൊക്കെ. അതെ, അങ്ങനെ ആ കലാപങ്ങളിലൂടെ അവർക്ക് വലിയ തരത്തിലുള്ള വേദന ഉണ്ടായിരുന്നു. പക്ഷേ അത് പതുക്കെ ആ മുറിവ് ഉണക്കാനായിട്ടുള്ള ഒരു സമീപനം ഗുജറാത്തിലെ ബി ജെ പി ശ്രമിക്കുന്നത്. കാരണം ഗുജറാത്തിൽ ബി ജെ പി എന്ന് പറയുന്നത് എതിരാളികളില്ലാത്തൊരു പാർട്ടിയായി മാറി. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് പരമദരിദ്രരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, മറ്റു പല തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക. അതോടൊപ്പമാണ് തിരഞ്ഞെടുപ്പിൽ അവരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത് അവരൊക്കെ ബി ജെ പിക്കാരായിട്ട് മാറട്ടെ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നൊരു സമീപനം വരുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ആ മാറ്റങ്ങളുണ്ടാകാം. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ സംഭാഷണങ്ങൾ സഹായകരമായി തീർന്നുകൂടായികയില്ല. എന്ത് ആണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ.
എന്തായാലും ഇപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം നടന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം.